ഗറാഷ്യൻ മേഖലയിൽ ജോലി ചെയ്യുന്ന ഒരു ടെക്നീഷ്യന് 3000 രൂപയെങ്കിലും ഇന്നത്തെ കാലത്ത് വേതനമായിട്ട് ലഭിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മുടെ ഭാഗത്തുനിന്ന് ആരും തന്നെ ഒന്നും പ്രതികരിച്ചില്ല. നമ്മുടെ കണ്ണൂരത്തെ പ്രമോദ് മാത്രമാണ് അങ്ങനെയൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ബേസിക് ലേബർ നമ്മൾ വാങ്ങിക്കുന്നത് 500 രൂപയെങ്കിലും മിനിമം ആക്കേണ്ടി വരും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. വേറെ ആരും തന്നെ അതിനോടൊന്നും പ്രതികരിച്ചില്ല. ഈ നമ്മുടെ മേഖലയിൽ ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ ആയിരിക്കും എല്ലാവരും ഉറച്ചു വിശ്വസിക്കുക. എന്നാലും ഞങ്ങളുടെ ഈ വൈപ്പിൻ മേഖലയിൽ, മറ്റുള്ള മേഖലയിലെ കേസ് എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല, എന്നാലും നമ്മുടെ വൈപ്പിൻ മേഖലയിൽ ഒരു 10-25 വർഷം മുമ്പ് അല്ലെങ്കിൽ 30 വർഷം മുമ്പൊക്കെ ഒരു പ്രൈവറ്റ് ബസ്സിലെ ജീവനക്കാരുടെ എണ്ണം മിനിമം 6 ആയിരുന്നു. ഒരു ഡ്രൈവർ അല്ല 5, മിനിമം 6 പേര് അല്ലെങ്കിൽ 5 പേര്, ഒരു ഡ്രൈവർ, 2 കണ്ടക്ടർ, 2 ഡോറിലെ കിളികൾ എന്ന് പറയുന്ന ആൾക്കാർ, അങ്ങനെ മൊത്തം 5 പേര്, കൂടാതെ ഒരു ചെക്കർ വഴിയിൽ നിന്ന് ഇവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി കയറും, ഈ ടിക്കറ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടി. കൂടാതെ ബസ് സ്റ്റാൻഡുകളിൽ ചെല്ലുമ്പോൾ അവിടെ ഡോറിൻ്റെ സൈഡിൽ വണ്ടി വന്ന് നിൽക്കുമ്പോഴത്തേക്ക് 2 പേര് വേറെ ചെക്കേഴ്സ്, അങ്ങനെയൊക്കെ സംവിധാനങ്ങൾ ഉണ്ടായിരുന്നു. കാരണം വൈപ്പിനിൽ പ്രൈവറ്റ് ബസ്സിൽ ഒരുപാട് തിരക്കുള്ള അങ്ങനെയൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ലായിരുന്നു. ഇത്രയും ജീവനക്കാരും കൊണ്ട് നടന്നിരുന്ന ഈ പ്രൈവറ്റ് ബസ് മേഖല ഇന്ന് മിക്ക ബസ്സുകളിലും ഒരു ഡ്രൈവറും ഒരു കണ്ടക്ടറും മാത്രമേ ഉള്ളൂ. അയാളുടെ കയ്യിൽ ഒരു കുട്ടി ഇലക്ട്രോണിക് മെഷീൻ ഉണ്ടാവും. കഴിഞ്ഞ ദിവസമാണ് ഞാനത് പ്രത്യേകം ശ്രദ്ധിച്ചത്. പക്ഷേ ഈ മെഷീൻ നമ്മുടെ നാട്ടിൽ ഇൻട്രൊഡ്യൂസ് ആയിട്ട് എനിക്ക് തോന്നുന്നത് 2007 ഞാൻ KSRTC KSRTCയിൽ ഒരു 90% മെഷീനിലാണ് വർക്ക് ചെയ്യുന്നത്. അന്നൊന്നും പ്രൈവറ്റ് ബസ്സിൽ അത്രയധികം ടിക്കറ്റ് മെഷീൻ ഉണ്ടായിരുന്നില്ല. ഇന്ന് പ്രൈവറ്റ് ബസ്സിൽ എല്ലാവർക്കും ടിക്കറ്റ് മെഷീൻ വന്നു കഴിഞ്ഞാൽ അപ്പോൾ ചെക്കറുടെ ഒഴിവ് പോയി. പിന്നെ അത്യാവശ്യം ആളുകൾ തന്നെ ഡോർ അടയ്ക്കുകയും യാത്രക്കാരനെ ഡോർ അടയ്ക്കുകയും തുറക്കുകയും സംവിധാനം. പിന്നെ ഡോർ അടയ്ക്കൽ ഇപ്പോൾ ഡ്രൈവറുടെ കയ്യിലേക്ക് പോയി. അപ്പോൾ ക്ലീനറുടെ ആവശ്യമില്ലാണ്ട് 2 സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ 4 ആളുടെ പണി പോയി. അപ്പോൾ ഈ ബാക്കി 2 പേർക്ക് വേതനം ഓട്ടോമാറ്റിക്കലി കൂടണമല്ലോ. കൂടിയല്ലെന്നൊന്നും അറിയില്ല. പക്ഷേ ഇപ്പോൾ കണ്ടെയ്നർ ലോറിൽ പണ്ട് ക്ലീനർ ഉണ്ടായിരുന്നു. പിന്നീട് മുതലാളിമാർ ആ ക്ലീനർ എടുത്ത് കളഞ്ഞ് ക്ലീനറുടെ കുറച്ച് ശമ്പളം കൂടി ഡ്രൈവർക്ക് കൂട്ടിക്കൊടുത്ത് നിനക്ക് വേണമെങ്കിൽ കയ്യിൽ നിന്ന് കാശെടുത്ത് വെക്കാം, അങ്ങനെ എന്തോ ഒരു സംവിധാനം. അപ്പോൾ തൊഴിലാളികളുടെ എണ്ണം കുറക്കും. കേൾക്കുമ്പോൾ ക്രൂരമായിട്ടൊക്കെ തോന്നും. പക്ഷെ നമ്മുടെ മേഖലയിൽ തൊഴിലാളികളൊന്നും കിട്ടാനില്ല, ആരും ഈ പണിക്ക് വരുന്നില്ല എന്നൊക്കെ നമുക്കറിയാം. പിന്നെ നമ്മൾ തൊഴിലാളികൾ ഡിപ്പെൻഡ് ചെയ്യേണ്ടതെന്നല്ല, അത് ഏറ്റവും ഇഷ്ടമുള്ളവർ വന്നോട്ടെ. അവർക്ക് ആവശ്യമായ അവരുടെ വർക്ക് സ്പീഡ് കൂട്ടാനും അവരുടെ എഫിഷ്യൻസി കൂട്ടാനും അവർക്ക് മടുപ്പില്ലാതാക്കാനും സഹായിക്കുന്ന യന്ത്ര സാമഗ്രികൾ മടി കൂടാതെ വാങ്ങിക്കൊടുക്കുക. ആ ചെലവ് ശ്രദ്ധിക്കേണ്ട, ഇവർക്ക് ശമ്പളം കൂട്ടിക്കൊടുക്കുക. ആളുകളുടെ എണ്ണം കുറയുമ്പോൾ നമുക്കതിന് സാധിക്കും.